Good morning, guys, from the city of destiny. So, this is going to be a proper day in my life vlog where I showcase me doing nothing. ഒരു ദിവസം ഫുൾ എങ്ങനെയാണ് ഒന്നും ചെയ്യാതെ ചെലവഴിക്കാൻ പറ്റുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരിക്കലും ആരും എന്നെ മാതൃകയാക്കരുത്. ജോക്സ് അപ്പാർട്ട്, ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ. എനിക്കില്ലേ ഭയങ്കരമായിട്ട് ആക്നെ ഉണ്ടായിരുന്നേ വെൻ ഐ വാസ് ക്യാരിയിങ് ആൻഡ് വെൻ ഐ വാസ് pregnant. And even before that, I had acne. But പെട്ടെന്നാണ് എൻ്റെ സ്കിന്നിൽ ഒരു വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചത്. ആക്നെ സ്റ്റാർട്ടഡ് ഗോയിങ് ഡൗൺ ആൻഡ് ഇപ്പൊ ആക്നെ പീരിയഡ്സിന്റെ ആ ഒരു സമയത്ത് മാത്രമേ വരാറുള്ളേ. അതർവൈസ് ഐ എം ഫ്രീ ഓഫ് ആക്നെ. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ഐ ഹാവൻ ഡൺ എനിത്തിങ് സ്പെസിഫിക് ബട്ട് ഗുഡ്. സോ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ചെറുതായിരിക്കുമ്പം എൻ്റെ അമ്മ പറയുമായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് എന്നാ കാണിക്കാനാണോ എന്നൊക്കെ പറയുമായിരുന്നേ. പക്ഷേ ഞാൻ സ്കൂളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കൃത്യം 5:30 ആകുമ്പോൾ എഴുന്നേക്കുമായിരുന്നു. അപ്പൊ ഇതെന്റെ ഒരു ആവശ്യാനുസരണം ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും. അല്ലാതെ എനിക്ക് 9:30 എപ്പോഴും എഴുന്നേക്കണമെന്നില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് പോകും. പക്ഷെ ഐ ലൈക്ക് സ്ലീപ്പിംഗ് എ ലിറ്റിൽ ലേറ്റ് ആൻഡ് ഐ എം മോസ്റ്റ്ലി എ നൊക്ടേണൽ ഫെല്ലോ ഹൂ മോസ്റ്റ്ലി ഞാൻ രാത്രിയിൽ കൂടുതൽ നേരം ഇരിക്കും കേട്ടോ. ഐ വിൽ ബി എഡിറ്റിംഗ് മൈ വീഡിയോസ് ഓർ ഐ വിൽ ബി ഡൂയിങ് സംതിങ്, വേസ്റ്റിംഗ് മൈ ടൈം വിതൗട്ട് സ്ലീപ്പിംഗ്. ഇതൊന്നും അഡ്വൈസബിൾ അല്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഒരുപാട് നാളുകളായിട്ട് നേരത്തെ ഉറങ്ങുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യണം, നേരത്തെ എഴുന്നേക്കുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഫ്രം ടൈം ഇമ്മെമ്മോറിയൽ ഐ എം ലൈക്ക് ഐ വാണ്ട് ടു ഡു ഇറ്റ്, ബട്ട് for some people it doesn't work. അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ ഉറങ്ങിയേക്കാം. അപ്പം ഒരു നല്ലൊരു ഗുഡ് മെസ്സേജ് ഞാൻ ഈ വീഡിയോയിലൂടെ കൊടുക്കാം. ഞാൻ ഷൈൻ ചെയ്യുന്നു. ചുറ്റുമണിയേ വായോ, അമ്മത് പൊന്നാനോ നീയ വാ, ഓടി വായോ. നോന്നൊക്കെ എന്താ വേണ്ടേ? പോണോ? എടാ നിനക്ക് എന്നാടാ വേണ്ടേ? നിനക്ക് എന്നാടാ വേണ്ടേ? ബിക്കിയോ? ഇത്രയും രാവിലെ ബിക്കി കഴിക്കാൻ പാടില്ല ബാബകള്. ചോദിച്ചു നോക്ക്, കഴിക്കാൻ പാടുണ്ടോ? കഴിക്കാൻ പാടുണ്ടോ ഇത്രയും രാവിലെ ബിക്കി? ബിക്കി കഴിക്കാൻ പാടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ കേട്ടോ, ഇല്ല. എന്താ വേണ്ടേ? എന്താ വേണ്ട ഷൂട്ടൂന്? അതിൻ്റെ അകത്ത് എന്താ ഉള്ളേ? അമ്മ എടുത്തു തരാം. ഓക്കെ, എന്താ അവന് വേണ്ടേന്നോ? അവന് വേണ്ട സാധനമാണ് ഇത്, ഈ ആരോ റൂട്ട്. അമ്മ തരാം, വെയിറ്റ് ചെയ്യും. എന്നാ ഇതല്ലേ വേണ്ട, പിന്നെ എന്നാ വേണ്ട? അമ്മ അയ്യ തരാൻ മുന്നിന്. ഇതല്ലേ അവനിക്ക് വേണ്ടത്. സോറി ഗൈസ്, ഞാൻ വിചാരിച്ചു ഇതിന് വേണ്ടത് ഇതാണ്. അപ്പൊ എന്താ വേണ്ടത്? ഇനി അവന് വേണ്ടത് എന്താന്നോ? ഈ സാധനം എന്തായിരുന്നു? പനങ്കൽക്കൺ. ഓൺലി വൺ, ഓക്കെ, ജസ്റ്റ് ടേക്ക് വൺ. ഞാൻ പല്ല് തേക്കട്ടെ. ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല, കുറെ പരിപാടികളുള്ളതാണ്. ഇവിടെ ഇരുന്നോ ഷുട്ടു?
പിന്നെയും എന്റെ മുത്ത് എന്റെ അടുത്ത് ചോദിക്കുന്നത് പനങ്കൽക്കണ്ടമാണ്. ഇനി ഇത് കഴിക്കാൻ പാടില്ല ഇത്രയധികം കേട്ടോ. ഒരു പാത്രത്തിൽ ഇട്ട് തരാം കേട്ടോ. ഇത് തരാം, ഒരു പാത്രം പാത്രം കുഞ്ഞി പാത്രം സ്റ്റീലിന്റെ. അപ്പൊ ഇനിയാണ് നമ്മുടെ പ്രധാന കലാപരിപാടികൾ, ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. 10 മണിയായി കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. സോ ഇതാരും അനുകരിക്കരുത്. This is only for mamas. Okay, only mamas. ഇനി നമ്മള് ചായ വെക്കണം. എന്റെ മുത്തിന് ഞാൻ പാലാണ് കൊടുക്കുന്നത്. അതിന്റെ പാല് തുറക്കാൻ പറ്റുന്നില്ല. നമ്മൾ ട്രൈ ചെയ്യട്ടെ. ഓ ഓ അടിപൊളിയാണ്. നമ്മ കാണിച്ചു തരാം. വെയിറ്റ് എന്തിയ ഷുഗർ വൃത്തിയാവുന്നില്ല ബ്രോ. ഇതൊക്കെ ഇത് വൃത്തി കഴുകിയില്ലെങ്കിൽ എന്താണോ അത് സീൻ സാധനമാണ്. ഓക്കെ, ചുമ്മാ എനിക്കിഷ്ടമല്ല. ചേച്ചിയുടെ കഴുക്കത്ര പോരാ. എനിക്ക് ഒരു പ്രശ്നമുണ്ട്. പൊടിയിട്ടുണ്ട്, പൊടി പൊടി. ഇത് ജാഗ്രയാണ്. ഇത് വേണോ? ഓ ഓക്കെ. രാവിലെ തന്നെ ഷുഗറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വെള്ളമാണെങ്കിലും സാധാരണ പഞ്ചസാരയാണെങ്കിലും എല്ലാം തന്നെ ഷുഗർ തന്നെയാണ്. അവിടെ വെച്ചിട്ട് വരാവേ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുത്തിനെ ഞാൻ വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എൻ്റെ മുത്ത് ഇതിൻ്റെ അകത്ത് എഴുന്നേറ്റ് പറന്ന് അടുത്ത വീട്ടിൽ എത്തിയിട്ടുണ്ടാവും. ഞാൻ മിക്കവാറും കഴിക്കാറ് ഒരു ചപ്പാത്തി. നേരത്തെ ഞാനത് എടുത്തിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഗ്രേവി ഒന്നും ഇല്ലാത്ത ഈ കറിയാണ് ചേച്ചി ഉണ്ടാക്കാറ്. എനിക്കങ്ങനെ ഗ്രേവി വേണമെന്നൊന്നുമില്ല. ഐ ക്യാൻ ജസ്റ്റ് ഈറ്റ്. ഇത്രയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സാംകുട്ടനാണെങ്കിൽ മുട്ടയും ചപ്പാത്തിയും പാലും. ഗൈസ്, എൻ്റെ ചായപ്പൊടിക്കകത്ത് ഈ ഇതിൻ്റെ അകത്ത് ഉപ്പുണ്ടെന്നൊക്കെ പറയുന്ന പോലെ, എന്ത് നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? നിങ്ങളുടെ ചായപ്പൊടിക്കകത്ത് കുപ്പിച്ചില്ലുണ്ടോ? എന്റെ ചായപ്പൊടിക്കകത്ത് കുപ്പിച്ചില്ലുണ്ട്. ഞാനൊരു ചില്ലിട്ട ചായപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. എന്താന്ന് വെച്ചാൽ ചില്ലിട്ട ചായപ്പൊടിയിൽ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വെടിച്ചില്ല് പോലെ ആവുന്നതാണ്. അതുകൊണ്ടാണ്. വിശ്വസിച്ചോ? അതല്ല കേട്ടോ, ഞങ്ങൾ ട്രാൻസ്ഫർ വന്നപ്പോഴത്തേക്കും ഈ സാധനങ്ങൾ മൂവേഴ്സ് ഒച്ച കേൾക്കുന്നേ. ഈ സാധനങ്ങളൊക്കെ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിന്റെ അതിലല്ലേ വന്നത്. അപ്പൊ എന്റെ ചായപ്പൊടി ഇരുന്ന ആ കുപ്പിയില്ലേ, അത് പൊട്ടിപ്പോയി. ഒരു കൊറിയൻ ജാറായിരുന്നു. അത് പൊട്ടിപ്പോയി കഴിഞ്ഞപ്പം അതിന്റെ അകത്തുള്ള ചില്ലല്ല ഇതിന്റെ അകത്തേക്ക് വീണു. അപ്പൊ പക്ഷെ ഒരു കുപ്പി നിറയെ ചായപ്പൊടി ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാനത് കളഞ്ഞില്ല. ഞാൻ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ മനസ്സിലായി വിറുത്തുകൊണ്ട്. അങ്ങനെ നമ്മൾ കളയാൻ പാടില്ല. സോ അത് അരിക്കാനുള്ള ഒരിതും ഞാൻ കാണിച്ചില്ല. ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ചായ ചില്ലിട്ട ചായ കൊണ്ടാണ് ഞാൻ ചായ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതൊരിക്കലും അനുകരിക്കരുത്. ഇത് ഞാൻ അരിക്കാതെ ചില്ല് കുടിക്കുകയല്ല കേട്ടോ. ഒരിക്കലും എങ്ങാണ്ടൊരു ചില്ലുള്ളിൽ പോയെന്നൊരു സംശയമുണ്ട്. ഞാനൊരു സൈക്കോയാണ്. സോ എന്റെ ചായ എന്നൊക്കെ പറഞ്ഞാൽ പാല് ഞാൻ ഇപ്പൊ ചായക്കകത്ത് ഒഴിക്കുന്ന പരിപാടി ഒന്ന് നിർത്തിയിട്ട് ഞാന് പാല് തിളപ്പിക്കത്തില്ല. ഇത് ഓൾറെഡി തിളപ്പിച്ച് വെച്ച പാലാണ്. രാവിലെ ചേച്ചി തിളപ്പിച്ച് വെച്ചതാണ്. പാൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കും. ഓക്കെ, ബാക്കി പാല് നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ അതും ഇളക്കും. പണ്ട് ഞാൻ ജാഗറി ഇടുമായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയാലേ ഞാൻ ഇടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് കുടിക്കും. ഒരു ടാങ്ക് ചായ എന്ന് ഓർക്കണം കേട്ടോ. ഒരു ടാങ്ക് ചായ കുടിക്കും. ഞാൻ അങ്ങനത്തെ ഒരു പ്രത്യേകതരം ജീവിയാണ്. ചായയിൽ ജീവിക്കുന്ന ജീവിയാണ്.
അരെ വാ. ഇപ്പോഴുള്ള ചേച്ചിയില്ലേ രൂപ ചേച്ചി നന്നായിട്ട് രൂപ ദീദി ആ കുക്ക് ചെയ്യും. കുക്കിങ്ങിൽ നമുക്ക് താല്പര്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കൈപുണ്യം എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. സോ ഗൈസ്, ഇനി നമ്മള് ഉടുപ്പ് മാറണം. ഉടുപ്പ് മാറേണ്ടത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പണിയുണ്ട്, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഐ എം എ ഹോം മേക്കർ കം ഹോം ഗോഡസ്. സോ ഞാൻ എന്റെ മുത്തിനെ, അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവൻ താഴെ ഉണ്ട്, അവനെ കാണാൻ പറ്റില്ല. അവനൊരു മിനിയേച്ചർ അല്ലേ. ഞാൻ ഇവന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ ഇവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഉൾപ്പെടെ ഇങ്ങോട്ട് വാ ഷുട്ടോ, ഇടടാ ഇടടാ ഇടടാ. ഞങ്ങള് കൊച്ചി താമസിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങൾ ഇച്ചിരി ബഹളക്കാരാ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ഇവനും. അപ്പൊ ഞങ്ങൾ താഴെ കളിക്കാൻ പോയപ്പോ ഒരു ദിവസം ഒരു പുള്ളിക്കാരി നമ്മളോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഞാനും ഇവനും. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഇരുത്തി നോക്കിയിട്ട് പറഞ്ഞു, എന്നിട്ടാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത്രയും ബഹളം? ഭയങ്കര ബഹളമാണല്ലോ നിങ്ങളുടെ വീട്ടിൽ. അപ്പൊ ഞാൻ എന്നോട് അത് ഞാൻ സംസാരിക്കുന്നതാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ആരോട്? ഞാൻ പറഞ്ഞു ഇവനോട്. അപ്പൊ ഇവൻ ബേബിയാണ് ആ സമയത്ത്. സോ പുള്ളിക്കാരിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു പറയാം. അതേതാ വേണ്ട അമ്മ മുടി ചെയ്ത് തരാം. അപ്പായിക്ക് ഇഷ്ടമില്ലാത്ത സ്റ്റൈൽ നമുക്ക്. എടാ നിനക്ക് സുന്ദര കുട്ടനാണല്ലോ മുടി ചെയ്ത്. എന്ത് ഇതോ? ഇത് തരണമെങ്കിൽ പുളിക്ക് വെച്ചിരാ. പിന്നെയോ ഇതോ കെട്ടണോ മുടി? പിന്നെ വെറുതെ കയ്യിലോ? അപ്പം മഴക്ക് പറയും മുടി കിട്ടിയാലോ. കിട്ടുന്നില്ല. സോ ഇവന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്താടാ എന്ത്? നീ ഒരു ഉമ്മ അമ്മയ്ക്ക് ഉമ്മ ഏത് കണ്ണാ? മേക്കപ്പ് ബ്രഷോ? യാരോ? പിന്നെ നീ എന്നെ 2 മേക്കപ്പ് ബ്രഷ് എടുത്തോണ്ടേ എന്തിയെ ഷുട്ടു? ഓൺലി വൺ. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇപ്പൊ ഇവന്റെ കാര്യത്തിലൊക്കെ ഇവന് സൺസ്ക്രീൻ ഉണ്ട്, ഷാംപൂ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആദ്യം മേടിച്ചത് പോലും ഇതുവരെ തീർന്നിട്ടില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് ഐ ഫീൽ ലൈക്ക് ഹിസ് സ്കിൻ ഇസ് എ ലിറ്റിൽ ഡ്രൈ then I put some moisturizer. If I feel like his head is a little dirty, the hair is a little dirty, scalp ഒക്കെ ഇച്ചിരി മണമൊക്കെ ആയിട്ടിരിക്കുവാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ I'll shampoo his hair. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഭയങ്കര വെയിലത്ത് പുറത്ത് പോവാ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര വെയിലത്ത് പുറത്ത് പോവാണെങ്കിൽ സൺസ്ക്രീൻ ഇടും. അല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന പ്രകാശത്തെ പ്രതിരോധിക്കാൻ സൺസ്ക്രീൻ, ട്യൂബ് ലൈറ്റ് ചെയ്ത് രക്ഷിക്കാൻ സൺസ്ക്രീൻ, ടിവിയുടെ ലൈറ്റ് ചെയ്ത് രക്ഷിക്കാൻ സൺസ്ക്രീൻ. ഐ ഡോണ്ട് നോ, വി നീഡ് സം സൺലൈറ്റ് എന്നാ എനിക്ക് തോന്നുന്നു. സൺലൈറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ മെഡിസിൻ. സോ എനിക്കറിയത്തില്ല, എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കരമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഐ ഫീൽ ലൈക്ക് സംബഡി ഈസ് പ്ലാനിങ് ഓൾ ദിസ്, സം ബിസിനസ് പ്രൊപ്പഗൻഡ. അപ്പം ഓക്കെ, ഈ സൺസ്ക്രീനെ നമുക്ക് ഇങ്ങനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യാം, എന്നിട്ട് അതിനെ അങ്ങനെ അങ്ങ് എക്സസീവ് പ്രൊമോഷൻ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് അത് എത്തിക്കുന്നു. എന്തിനു പോകുമ്പോഴും ആൾക്കാര് മുള്ളാൻ പോയാലും സൺസ്ക്രീൻ തേക്കണം എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേർക്കൊക്കെ ഇത്രയും മാത്രം കെമിക്കലൊന്നും ഇത്ര കുഞ്ഞിലെ തേച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എനിവേ ഈ സംഭവങ്ങളൊക്കെ അത്ര നല്ലതൊന്നും അല്ല അല്ലേ. അപ്പം പുറത്തും നട്ടപ്പൊരി വെയിലത്ത് പോവാണെങ്കിൽ കൊച്ചിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സൺസ്ക്രീൻ തേക്കുക. നമ്മളാണേലും ഭയങ്കര വെയിലത്ത് പുറത്ത് പോകുമ്പോൾ അല്ലാതെ ഈ ട്യൂബ് ലൈറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് അത്രയൊക്കെ ഇല്ലേ ഡിഫെൻസീവ് ആ മെക്കാനിസം ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. കുറെയൊക്കെ കാര്യങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും. നമ്മളുള്ള കപ്പാസിറ്റിയും ഉള്ള പവറൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങള്. എനിക്ക് ഇങ്ങനത്തെ കാര്യമില്ലേ, എനിക്ക് അറിയില്ലടോ. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? വാട്ട് ഡു യു ഫീൽ?
കൊച്ചു പിള്ളേരുടെ സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ കാണുമ്പോഴത്തേന് എന്റെ തലയ്ക്കകത്തൂടെ പെരുത്തങ്ങ് കേറും. സോ അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഞാൻ എന്റെ പണി ഡ്രസ്സിലേക്ക് മാറിയിരിക്കുന്നു. നല്ല ഉടുപ്പ് എന്നിട്ട് പണി എടുക്കാൻ പറ്റത്തില്ല, ഒരു മൂടുണ്ടാവില്ല. സോ കോഫി പീച്ചേഴ്സ് ആർ ജസ്റ്റ് ഫോർ സ്ലീപ്പിംഗ്. നമ്മൾ തൊഴിലുറപ്പിന്റെ ഒരു ലുക്കിലായിരിക്കണം. ഇന്ന് എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ ഇന്ന് എനിക്ക് ക്രിസ്റ്റിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്. എന്താന്ന് വെച്ചാല് ക്രിസ്റ്റി എന്റെ അടുത്ത് മിനിഞ്ഞാന്ന് പറഞ്ഞു, ഈ ഒരു ഞാനിപ്പോ ഈ ട്രൈപോഡൊക്കെ വെച്ചിരിക്കുന്ന ഈ സ്ഥലമില്ലേ, ഇതൊരു ട്രാഷ് ബിൻ അവസ്ഥയിലാണുള്ളത്. അപ്പൊ ഇത് മാത്രം രാവിലെ എഴുന്നേക്കുന്ന പാടെ ഈ ട്രാഷ് കണ്ടിട്ടാ, ഈ ഒരു ക്ലട്ടർ കണ്ടിട്ടാ പോകുന്നത്. അതുകൊണ്ട് ഇത് മാത്രം ഒന്ന് വൃത്തിയാക്കാൻ എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഹോം ഗോഡസ് ഹസ് കൺസിഡേർഡ് ദ റിക്വസ്റ്റ് ആൻഡ് ടുഡേ വിൽ ബി ടേക്കിംഗ് ആൻ ആക്ഷൻ എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നൊക്കെ, പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ വാക്ക് പറയുന്നില്ല. ഇതൊക്കെ പ്രയോറിറ്റി വൈസ് ലാസ്റ്റ് ആണ്. ആദ്യം നമ്മൾ ഗ്രൂപ്പായിട്ട് കുറെ ഗെയിംസ് ഒക്കെ കളിക്കും, ബുക്ക് വായിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടേ ഇതിനൊക്കെ സാധ്യതകളുള്ളൂ. സാമുകുട്ടാ, അമ്മയുടെ മേക്കപ്പ് ബ്രഷ് താ. അത് അമ്മയുടെ മേക്കപ്പ് ബ്രഷ് അല്ലേ? ചാടാ, നീ എഴുതിക്കോ. നേരം വെളുക്കണവരെ എഴുതിക്കോ. ആയാണോ അത്? അമ്മ എഴുതിത്തരാ. അമ്മയുടെ കൈ പിടിച്ചോളൂ. റെഡി, അപ്പ ആ. അമ്മാമ്മക്ക് കുതിര ഇല്ലടാ. അമ്മമ്മയുടെ മാമ എവിടെ? മാമ എന്തിയേ? എവിടെ? ഇതിന്റെ അകത്ത് നീ എങ്ങനെ തപ്പിയെടുക്കാനാടാ? ഇതെല്ലാം എന്തിനാടാ ഇങ്ങനെ നിരത്തിയിടുന്നത്? എന്തിനാടാ നീ എന്നെ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത്? എനിക്ക് വേർപ്പിന്റെ അസുഖം ഉള്ളതാ കണ്ണാ. അധികം വേർക്കാൻ പാടില്ല അമ്മ. മാമ എന്തിയെ? അമ്മമ്മയുടെ മാമ എന്തിയെ? ഇതല്ലേ മാമ? ഷക്കീല കിടക്കുന്നു. അമ്മമ്മയുടെ ഷക്കീല. അമ്മമ്മയുടെ ഷക്കീലനെ കാണിച്ചേ. എന്റെ അമ്മയ്ക്ക് ഒരു പശു ഉണ്ട് കേട്ടോ. ആ പശുവിന് ആ കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് അമ്മയുടെ ആ പശുവിന്റെ പേരാണ് ഷക്കീല. സാമു, നീ കളിച്ചോട്ടോ, അമ്മ കുറച്ച് കഴിയുമ്പോ കൂടാം. ഇത് ഇങ്ങനെ നേരത്തെ ഇട്ട് എങ്ങനെ കളിക്കാനാ കുഞ്ഞെ? നീ ഒരു മൂലന്നല്ലേ നീ ഇത് എടുക്കേണ്ടത്? എന്റെ ഷുട്ടു, ഇതിന്റെ അതിനൊക്കെ കൺഫ്യൂഷൻ ആവത്തില്ല? ഇത് കോക്കോമെലൻ പോലെ ആയി പോയല്ലോടാ. ടു മച്ച് കളേഴ്സ്, ടു മച്ച് സ്റ്റിമുലേഷൻ. അപ്പൊ കുട്ടികളുടെ മെയിൻ ആയിട്ട് ഞാൻ കുട്ടികളുടെ റെഫറൻസ് എടുക്കുന്നത്, കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള റെഫറൻസ് എടുക്കുന്നത് എമ്മ ഹബ്ബർട്ട് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബിലൊരു പുള്ളിക്കാരിയുണ്ട്. അവര് പറയുന്ന കാര്യങ്ങൾ എനിക്ക് കൂടുതലും വർക്ക് ആയിട്ടുള്ളത് ആ ലേഡി പറയുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ അവരെ മാത്രമേ ഫോളോ ചെയ്യാറുള്ളൂ. ഇവന്റെ ചോയ്സ് എല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞാ കിടക്കുന്നത്. പിന്നെ അതുപോലെ ഇവന്റെ ബുക്സ് ഒന്നും ഞാൻ ആ കാർട്ടൺ ഇനി പൊട്ടിക്കാനുള്ളത്, ബുക്സിന്റെ കാർട്ടൺ. സോ ബുക്സിന്റെ കാർട്ടൺ പൊട്ടിച്ചൊന്ന് അറേഞ്ച് ചെയ്യണം, സോ ദാറ്റ് എനിക്ക് ഇവനെ ആക്ച്വലി ഇവിടെ വരുന്നതിന് മുന്നേ നന്നായിട്ട് റീഡിങ് ഞാൻ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പെട്ടെന്ന് അതിനൊരു ഗ്യാപ്പ് വന്നു. കാരണം ബുക്സിന്റെ കാർട്ടൺ പൊട്ടിച്ചിലുള്ള സാധനം തന്നെ എനിക്ക് അടുക്കി പെറുക്കാൻ പറ്റുന്നില്ല. സോ ഐ എം തിങ്കിങ് ഓഫ് ഓപ്പണിംഗ് ദാറ്റ് കാർട്ടൺ ആൻഡ് കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് ഈ ടോയ്സ് ഒക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അങ്ങനെ ചില പരിപാടി ഇവനിവിടെ കളിക്കുന്ന സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ക്ലട്ടർ ആയിട്ട് കിടന്നാൽ ഇവനെ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല, ഏതും കൊണ്ട് കളിക്കണം. So that will confuse him and he will get so tired of thinking of what he should do. So ഇത് സാമുന്റെ ഫുൾ സ്റ്റഫി ആണ് കേട്ടോ. ഇതിനകത്ത് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഈസ് ദീസ് ടു. This is Lucas and this is Lola. And this is also my favorite. This is Magic Bunny. So ഞാനിപ്പം ഇവന്റെ ടോയ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇവനിപ്പോ ഇതും കൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇതിന്റെ ഇവന്റെ എല്ലാ സാധനങ്ങളും, പ്ലഷീസ്, ബിൽഡിംഗ് ബ്ലോക്സ്, ഈ ഇതിനെന്നാ പറയുന്ന മെയ്സ്, പിന്നെ ഈ അവന്റെ വണ്ടികള്, പിന്നെ സോട്ടർ എല്ലാം ഞാനിങ്ങനെ ഓർഡറിൽ വെച്ചു. അപ്പൊ ഇനി ഇവൻ ഇതിനകത്ത് പിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ളതിന് ഇവന് കളിക്കാൻ പറ്റും. ഇപ്പൊ പിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കാടടച്ച് വെടി വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ മൈൻഡ് ആക്കണ്ട. മെല്ലെ മെല്ലെ
up, 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 up. സാമിന്റെ ഫോൺ ഓൺ ആയി തോന്നുന്നു. അപ്പാനെ ഒന്ന് വിളിച്ചേ, ഫോൺ എടുത്തിട്ട്. ഹലോ ഹലോ അപ്പാ, അപ്പാ പറ. അമ്മാമ്മയുടെ മാമ കരയുവാണോടാ? മോം ഈസ് ഓൺ ദ ഫോൺ. ഡാൻസ്. ഇനി അധികം വൈകാതെ സാമുന് വിശപ്പിന്റെ വിളി വരുന്നതായിരിക്കും. അപ്പൊ അതിനു മുന്നേ അമ്മ പോയി ജ്യൂസ് ഉണ്ടാക്കട്ടെ. ജ്യൂസ് അടിക്കട്ടെ അമ്മ. ഈ ക്ലട്ടർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. സോ മെസ്സി, സോ മെസ്സി. നമ്മള് വേസ്റ്റ് ബിൻ എടുത്തിട്ടില്ല ഇന്ന്. അപ്പൊ നമുക്ക് എടുക്കാം. നിനക്ക് ഷൂ വെക്കണോ? Should have kept it earlier. അടച്ചു വെക്കും മോനെ. കാറ്റ് പറഞ്ഞേ, കാറ്റ്. ക്യാറ്റ് അല്ല, ക്യാറ്റ് ഇസ് ഡിഫറെന്റ്. കാറ്റ്, വിൻഡ്, ബ്രീസ്. ബ്രീസ് എന്ന് പറയുമ്പോ എന്താണ്? മന്ദമാരുതൻ. മന്ദമാരുതൻ മത്ലബ് മന്ദം മന്ദം വരുന്ന മാരുതൻ എന്ന് പറഞ്ഞ കാറ്റ്. സോ സോഫ്റ്റ് ബ്രീസ്, ജെന്റിൽ ബ്രീസ്. ജെന്റിൽ ബ്രീസ്. മാറി മാറി അത് അടച്ച. അമ്മയ്ക്ക് സ്ഥലം വേണം ഇവിടെ വർക്ക് ചെയ്യാൻ. എടുക്കുന്ന കുന്റെ കൈ ഡേർട്ടി ആണേ. ഡേർട്ടി കൈ കൊണ്ട് പിടിക്കണ്ടെന്നാ അമ്മ പറഞ്ഞത്. അപ്പം മാങ്ങ കുറെ അധികം മേടിച്ചു. എല്ലാം വളരെയധികം പഴുത്തതാണ്. കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം മാങ്ങ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് അത് വേസ്റ്റ് ആവത്തില്ല. സോ ഞാൻ വിചാരിച്ചു ഞാനായി തന്നെ ഡെവലപ്പ് ചെയ്ത്, ഇനി അത് ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഉണ്ടാക്കുന്നൊരു ഡെസേർട്ട് ഉണ്ട്. മാങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഫ്രഷ് ക്രീമൊക്കെ അതിനകത്ത് ഒഴിക്കുന്ന കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒഴിക്കുന്നത് എൻ്റെ ഈ മിൽക്ക് മെയ്ഡാണ് ഉള്ളത്. അപ്പം ഞാൻ മിൽക്ക് മെയ്ഡും ഇട്ട് കുറച്ച് സെസമേ സീഡ്സൊക്കെ ഇട്ട് അങ്ങനത്തെ ചെറിയൊരു പരിപാടിയാണ്. സെസമേ അല്ല, ഞാൻ ഗാർഡൻ ക്രസ് ഇടും. ചിയ സീഡ്സ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അതിന് പകരം മിൽക്ക് മെയ്ഡും ഗാർഡൻ ക്രസും ആയിരിക്കും ഇടുന്നത്. അത്രേ ഉള്ളൂ ഡിഫറൻസ്. സോ എന്നിട്ട് പാലൊഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും താഴെ. അപ്പോൾ അത് നല്ല ഇച്ചിരി വാനില എസൻസും കൂടി ഇടും. അപ്പം നല്ല നന്നാവും. ഞാൻ അരികളൊക്കെ ഭയങ്കര ഞാൻ ഇറച്ചി വെട്ടുന്ന പോലെയാണ്. ക്യൂട്ട് ഒന്നും ആയിരിക്കത്തില്ല. ക്യൂട്ട്നെസ് ഇട്ട് മെഴുകാനൊന്നും എനിക്ക് സാധിക്കില്ല. ഞാൻ ഇങ്ങനെയാണ് ഇത് അരിയുന്നത്. എനിക്ക് ഇതാണ് കൺവീനിയന്റ്.
വെക്കുക. അങ്ങനെ ക്വാണ്ടിറ്റി ഒരു 3 ടേബിൾ സ്പൂൺ ഇടാം. പാൽ എനിക്ക് 2 പാത്രത്തിലുണ്ട്. അപ്പൊ പഴയ പാലാണ് ഇത്. ഇന്നലത്തെ പാൽ നമുക്ക് ഒഴിക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. പാലൊഴിച്ചു. എല്ലായിടത്തും എന്തായാലും പാല് വെച്ചുള്ള ഒരു പരിപാടി എന്നെ കൊണ്ട് ഡീസന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിനെല്ലാം തൂവി ഒരു കുറച്ച് വാനില എസൻസ്. അധികമായി പോയാൽ അമൃതും വിഷമാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നോക്കിയിട്ട് വേണം. ക്ലിങ് ഫിലിം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടോ, അല്ലെങ്കിൽ ഞാൻ അടപ്പില്ലാത്തതുകൊണ്ട് എന്റെ അടപ്പ് പൊട്ടിപ്പോയി. അതുകൊണ്ട് സാധാരണ പാത്രമല്ലേ പൊട്ടുന്നത്. എന്റെ കാര്യത്തിൽ എല്ലാം വിപരീതമാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. അത് തമ്മിലൊരു ബന്ധമില്ല, പറഞ്ഞേ ഉള്ളൂ. ക്ലിങ് ഫിലിം എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റി വെക്കുക. അടപ്പില്ലാത്തത് കൊണ്ട്. ഇതെന്താ മുറിയാത്തത് എന്റെ കണ്ണാണ്. ഓക്കെ, ഇനി ഈ ക്ലിങ് ഫിലിം അപ്പൊ തന്നെ എടുത്ത് അകത്തോട്ട് വെക്കുക, അല്ലെങ്കിൽ ഇതിവിടെ ഇങ്ങനെ കിടക്കും ഒരാഴ്ച. ഓക്കെ, ബാപ്പു ഇതങ്ങോട്ട് അടക്കിടാം. ഓക്കെ, ഇനി ഇത് ഇതുപോലെ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അതായിക്കോളും. ആരും ഇത് തുറന്നു നോക്കി കഷ്ടപ്പെടണ്ട. ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. എന്താ കഴിക്കുന്ന ഫ്രഷിൽ തോന്നാം. ക്ലോസ്. അവന്റെ ടി വി ടൈം ആണ്. ഇനിയാണ് ഞാൻ തീരുമാനിക്കാൻ പോകുന്നത് അവനെ എന്ത് തീറ്റിക്കണം എന്ന്. ഉച്ചയ്ക്ക് ചോറുണ്ട്, സാമ്പാറുണ്ട്. പൊട്ടറ്റോ ഫ്രൈ ചെയ്താലോ? Lost in your eyes, under your spell. Oh, it's like we've always known it. Even though it's new, I can already tell. Oh, that this feeling is taking over. Can we take our time? I wanna savor every thought on my mind of you and I getting together. I gotta tell ya, I wanna love ya, I wanna love ya. So come on over, I wanna touch, kiss ya. The way you make me feel is precious. Something this good. You're all I ever wanted. I can't believe we started out friends. Oh, it's like we were meant to be. ഞാനിങ്ങനെ ഇത് ഫോൺ തന്നു വെക്കും. നമുക്ക് The way you take your time makes everything better. You were just on my mind. Now here
അതിൻ്റെ ഇടയ്ക്ക് 2-3 പാർസൽസ് വന്നു, അതൊന്ന് പൊട്ടിക്കണം. അതിന് മുന്നേ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് മൂത്രത്തിൽ കല്ല് വരും. ഇന്ന് ഞാൻ വാഷ്റൂമിൽ പോയിട്ടേ ഇല്ല. സമയം 1 മണി കഴിഞ്ഞു. ഞാൻ എൻ്റെ പ്രഗ്നൻസിക്ക് മുന്നേ 54, 56 ഒക്കെ ആയിരുന്നേ. ഇപ്പൊ ഞാൻ 65. അതുകൊണ്ട് എൻ്റെ ഒരു ഡ്രസ്സും എനിക്ക് കയറി വരാം. സോ ഗൈസ്, എൻ്റെ പുതിയ സ്കേർട്ടാണ്. ഇതെനിക്ക് കറക്റ്റ് ആയി, എനിക്ക് കാണുമ്പോഴേ അറിയാം കറക്റ്റ് ആയിരിക്കും. സ്ലിംഗ് ബാഗുകളെല്ലാം തന്നെ അതീവ ദയനീയമായ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു സ്ലിംഗ് ബാഗ്, വെരി ബേസിക് ബക്കറ്റ് സ്ലിംഗ് ബാഗ് from some random brand. Wow! And I can also hold it like this. സോ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കാനുള്ള സമയമായി. ലെറ്റ് മീ ടേക്ക് എ സ്മോൾ ബ്രേക്ക്. ബൈ. ഉറക്കട്ടെ ആ ചെക്കനെ പിടിച്ചു കിടത്തി. ആരെങ്കിലും അമ്മമാരിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ? നമ്മുടെ കുഞ്ഞുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ കുഞ്ഞുറങ്ങുന്ന 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ് നമുക്ക് മീ ടൈം എടുക്കണം, ഭൂലോകം തിരിച്ചു വെക്കണം, വീട് വൃത്തിയാക്കണം, മെനു പ്ലാൻ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും. ആ ഒരു ടയർഡ്നെസ് കാരണം അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവും. ഞാൻ വളരെ ഡിറ്റർമിൻഡ് ആയിരുന്നു കേട്ടോ ഇന്ന്. ഞാൻ 15 മിനിറ്റ്സ് ഉറങ്ങി, പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് എഴുന്നേറ്റ് ഒരു ബ്ലാക്ക് കോഫി ഇട്ട് അത് കുടിച്ച് മെല്ലെ എൻ്റെ പണിയിലേക്ക് കടന്നു. ഇന്ന് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചായിരുന്നല്ലോ, അതൊക്കെ ഇന്ന് എങ്ങനെയാണെങ്കിലും ഞാൻ ചെയ്യും. ആദ്യം ഞാൻ എല്ലാ ബുക്സും കാട്ടിൽ നിന്ന് വെളിയിലെടുത്ത് താത്കാലികമായി ഇവിടെ വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഞാൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വല്ല ഐഡിയാസും തോന്നും. ആ സമയത്ത് മാറ്റി എങ്ങോട്ടാന്ന് വെച്ചാൽ വെക്കാന്ന് വിചാരിച്ചു. We started our friends. Oh, it's like we were meant to be lovers. All I wanna do is feel you on my skin. Oh, let this feeling
ഇതിങ്ങനെ ഷോർട്ടായി എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ എത്ര എളുപ്പത്തിലല്ലേ ഞാൻ ഇത്രയും പണി ചെയ്തേ. പക്ഷേ ഇറ്റ് ടുക്ക് മീ 2 hours ടു ഡു ഇറ്റ്. 2 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതെനിക്ക് ഭയങ്കര തെറപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. ഇങ്ങനെ ഹോം ഡെക്കോർ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നെന്തോ മൊത്തത്തിൽ എല്ലാം വളരെ ഫേവറബിൾ ആയിരുന്നു. സാമു ആണെങ്കിൽ 2 മണിക്കൂർ സ്ട്രെയിറ്റ് അങ്ങ് ഉറങ്ങി. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലായിരുന്നു. ഞാൻ പാട്ടൊക്കെ പാടി പാട്ടൊക്കെ കേട്ട് അങ്ങനെ പരിപാടിയൊക്കെ അങ്ങ് തീർത്തു. ഞാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്തേന്ന്. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ആക്ച്വലി സ്പീക്കിംഗ്. ഞാൻ അവിടെ ലിവിംഗ് റൂമിന്റെ അവിടെ സെറ്റ് ചെയ്തു, ബുക്കിന്റെ കാർട്ടൺ പൊട്ടിച്ചു. സോ വിതൗട്ട് മീ ഈവൻ കാൽക്കുലേറ്റിംഗ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഐ ആം സോ ഹാപ്പി. ഇനിയും സാമുവിന് പാല് കൊടുക്കണം, അവനെ പാർക്കിൽ കൊണ്ടുപോകണം. ദ ഡേ നെവർ എൻഡ്സ്. ഇറ്റ് ജസ്റ്റ് കീപ്സ് ഗോയിങ് വിത്ത് എ ടോഡ്ലർ ഓർ വിത്ത് എ ബേബി. എനിക്ക് ഒരു ഫേസും അത്ര ഈസി ആയിട്ട് തോന്നിയിട്ടില്ല. ഈ ഫേസ് ആണ് പിന്നെ ഞാൻ കുറച്ച് റിലാക്സ്ഡ്. കാരണം അവൻ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാര്യങ്ങൾ പറയും. അപ്പൊ കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, ഇതാണ് ഇവൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അവൻ ഇന്ന സാധനം വേണം. ഹി വിൽ നോട്ട് ജസ്റ്റ് സിംപ്ലി ഇറിറ്റബിളി അങ്ങനെ കരയത്തില്ല. ഹിൽ ടേക്ക് മീ ദേർ ഓർ ഹിൽ പ്രൊനൗൺസ്. ഇങ്ങനെ പറയത്തില്ലേ ഇതാണ് വേണ്ടത്, ഡിക്കി വേണം, ഫുഡ് വേണം, വെള്ളം വേണം. Which is much easier when compared to a time when he used to cry and I had no idea, no clue of what he wants. So ഇനിയും ക്രിസ്റ്റി പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പെൻഡിങ്, which is this. ഈ ഒരു എവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ ബെഡ്റൂം എന്ന്? സൺ ഹാസ് സെറ്റ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. എന്നിട്ട് ഞാനതിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കും. ഐ ക്യാൻ ഡു ഇറ്റ്, ഐ നോ. So we will do it also, alle. Little no light, please. Just the fan. Amma just wants a fan, nothing else, dude. Yeah. 이게 아닌데 내 맘은 그게 이런 게 아닌데 예쁘게 말하고 싶었지만 내 맘이 들킬까 난 겁이 나서 차라리 들켜서 내 맘을 네가 알아챘어야 해. 널 사랑해서 널 좋아해서 그랬던 거라 난 생각했어. 말하지 않아도 내 맘을 너는 알아줄 거라 생각했어. ഇതെനിക്കിന്ന് ചെയ്യാൻ പറ്റും ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ somehow I managed to do it and I'm feeling so accomplished today. Oh God. Smile. Hi. റെഡി ആവും, പാർക്കിൽ പോവാം. വേഗം റെഡി ആവും, പാർക്കിൽ പോകണ്ടേ, ലേറ്റ് ആയി. നോക്ക് ആന്റിക്ക് ബൈ ബൈ പറയുമ്പോ നമുക്ക് പോവാം. ചെരുപ്പിട്, കണ്ട ചെരുപ്പിട്ടെ. Where should we go? Ground floor. Now don't press anything, Kanna. ഇന്നലെ ഞങ്ങൾ വെളിയിൽ പോയപ്പോ ഇതിന്റെ തൊട്ട് പുറത്തായിട്ട് ഒരു കരിക്ക് കുടിക്കുന്ന സ്പോട്ട് ഡിസ്കവർ ചെയ്തു. കരിക്ക് കുടിക്കാൻ പോവാം, ബാ. ഇവന് ഇഷ്ടമില്ല, ഞാൻ മാത്രമേ കുടിക്കുള്ളൂ. കരിക്ക് കുടിച്ചിട്ട് പാർക്കിൽ പോയ പോരെ. നമ്മുടെ കൈ പിടിക്കേ. ബൈക്ക് വരുമ്പോ മാറി നിൽക്കണം. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് തൊട്ട് വെളിയിലേക്ക് ഇറങ്ങി. ഇത് നമ്മുടെ ഫ്ലാറ്റിന്റെ ഇപ്പൊ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയതാണേ. നീ നേരെ വെളിയിലേക്ക് വന്ന് ഈ സൈഡിലേക്ക് പോയ മാക്ഡി. ഇത് ഫ്ലാറ്റിൽ തന്നെ താഴത്തെ ഫ്ലോർസ് ആണ്. ഇവിടെ നമുക്ക് ആക്ച്വലി ഷോപ്പിംഗ് മാക്ഡിയും പരിപാടിയൊക്കെ ഉണ്ട്.
പിന്നെ ഇങ്ങോട്ട് പോയാൽ ശരിക്കും മെയിൻ റോഡ്, ഹൈവേ. ഇനി ഞാൻ വളരെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും വണ്ടി തട്ടും. ഇതങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു റോഡാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ആക്ച്വലി ഞാൻ ഈ റോഡ് ഞങ്ങളുടെ ഫ്ലാറ്റ്. അപ്പോൾ നമ്മുടെ ബാൽക്കണി നിന്നപ്പോൾ ഞാൻ ഈ കരിക്ക് കിട്ടുന്ന സ്ഥലം കണ്ടിട്ട് അങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഇവിടെ ഇന്നലെ വന്നത്. നല്ല തരിപ്പുള്ള കരിക്ക് കിട്ടും. സോ ഇതാണ് കരിക്കിന്റെ സ്ഥലം. Punu, wait. Kamu sit. അവിടെയാണ് നമ്മുടെ ബാൽക്കണി. ഇത് മെയിൻ റോഡ്. അപ്പൊ ഞങ്ങൾ അതിലേ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾക്ക് ശരിക്കും ഭയങ്കര ചിൽ വാസമാണ് കേട്ടോ വിശാഖപട്ടണം. കുറച്ചധികം നാളിവിടെ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. കാരണം ഈ ഒരു താമസിക്കുന്ന സ്ഥലം ഭയങ്കര നല്ലതായതുകൊണ്ടേ ഭയങ്കര സൗകര്യമാണ്, എല്ലാം നല്ല സൗകര്യപ്രദമാണ്. ഇനി പാർക്കിലേക്ക് പോവാണ് ഞങ്ങൾ. പാർക്കെന്ന് പറയാനും മാത്രം അങ്ങനെ വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല. പിന്നെ ബൈക്ക് മാറി നിൽക്കുക, സൈഡിലേക്ക് നിൽക്കുക. നിന്നാ പോരാ, ഇച്ചിരി നടന്നോ. അങ്ങനെ മാറി ഒതുങ്ങി നിൽക്കണ്ട, വാ നടന്നോ, ഒരു ബൈക്കല്ലേ, വാ. അവിടെ ആ ഒരു മൾട്ടിപ്ലേ സ്റ്റേഷനും ഉണ്ട്. 2 സ്വിങ്ങിൽ ഒരെണ്ണം പൊട്ടിക്കിടക്കുക. അപ്പം അത് കുറച്ച് പാർക്ക് ചെറിയ ഫെസിലിറ്റിയാണ്. അവനത് മതി, അവൻ അതേ തന്നെ കളിക്കുന്നില്ല. അവനവിടെ വെളിയിൽ ഇരിക്കുന്ന റെസ്റ്റ് എടുക്കുക ഫുൾ ടൈം. പൊന്നുവാ. സോ ഇനി ഇവിടെ ഇവർ നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നത്, ഇനി ഇങ്ങോട്ട് വണ്ടി കയറുകയല്ല. അപ്പം സമാധാനമായിട്ട് കൊച്ചിനെ കൊണ്ട് നടക്കാം. ഇനി ഇവൻ ഈ ചെറിൽ കാണാതെ പോകണം, ഇല്ലെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ അകത്തോട്ട് കയറും. പൂവൊന്നും പറിക്കല്ലേ വേണ്ട. വാവോ വാവോ, ബാ ബാ ബാ, പാർക്കിലോട്ട് ഓട് ഓട് ഓട്. Come on, on your mark, set, go, go, run, 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 run. അമ്മയുടെ ചുട്ടുമണി ആരാ? ഞാനാണോ? അമ്മയുടെ മുത്തുമണി ആരാ? അപ്പയുടെ ചിങ്കിരിമണി ആരാ? അമ്മയുടെ ചുട്ടുമണി ആരാ? നമുക്ക് പാർക്കിലേക്ക് പോവാം. അങ്ങോട്ടാണോ പോകുന്നത്? മെയിൻ പാർക്കിൽ പോവാം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് എനിക്ക് ഈ വ്ളോഗ് എടുത്ത് തീർക്കാൻ പറ്റുമെന്ന്. പക്ഷേ വി ആർ ഓൾമോസ്റ്റ് കം ടു ആൻ എൻഡ് സക്സസ്ഫുള്ളി. ഇന്ന് ഞാൻ രൂപചേച്ചിയുടെ അടുത്ത് പറഞ്ഞത്, രൂപചേച്ചി എന്ന് പറയുമ്പോൾ എന്തോ രൂപ ദീദിയുടെ അടുത്ത് പറഞ്ഞത് മുട്ട ബിരിയാണിയും സാലഡും ആക്കാനാണ്. പുള്ളിക്കാരി ഇന്ന് എന്നോട് പറയുമായിരുന്നു, ഇങ്ങനെ ഈ വഴുതനങ്ങ അതും ഇതുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വേസ്റ്റ് ചെയ്യരുത്, ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പച്ചക്കറി യൂസ് ചെയ്യണം. എനിക്ക് കുറച്ച് മിസ്മാനേജ്മെന്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ പച്ചക്കറിയൊക്കെ ഞാൻ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ 1 കിലോമീറ്റർ നടന്ന് പാർക്കിലെത്തി. സാമു ഇന്ന് എന്തേലൊക്കെ കയറും നോക്കാം. അവന്റെ മൂഡ് പോലെ. ഇന്നലെ അവൻ ഒന്നിലും കയറിയില്ല, സൈഡിലിരുന്ന് കാഴ്ച കാണുമായിരുന്നു. ഇവിടെ ബാഡ്മിന്റൺ കോർട്ടും അങ്ങനെയുണ്ട്. കുഞ്ഞി പോ കോർട്ടിൽ കൂടെ അല്ല കുഞ്ഞി ഇവിടെ പുറത്ത് വരയുടെ പുറത്ത് കണ്ണ ഇവിടെ പോ straight no twisting turning, go straight, go. സോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആകെയുള്ളത് ഈ മൾട്ടിപ്ലേ സ്റ്റേഷനും ഈ സ്വിങ്ങും ആണ്. ഒരു സ്വിങ് ആണെങ്കിൽ താറുമാറായി കിടക്കണം. കയറിക്കോ കണ്ണാ, കേറ്. Okay. Yeah, good job, buddy. And baby number 2, yay, very good.
നമ്മുടെ കളി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുക്കൻ ഞങ്ങളെ വല്ലാണ്ട് വായി നോക്കുന്നു കേട്ടോ. ഒരു ചെറുക്കനെ കാണിച്ചു തരാവേ. അത് നോക്കുമ്പോൾ കൊച്ചിനെയും കൂടെ അടിച്ചോണ്ട് പോകാൻ നോക്കുവാണേ. ഓടി വന്ന് കൊച്ചിനെയൊക്കെ എടുത്തു. ഈ ചെറുക്കൻ ഇനിയിപ്പോ വീട്ടിലോട്ട് വരാൻ പോവാന്ന്. ഇങ്ങനെയുണ്ടോ വായി നോക്കിയത്? സാമു, നമുക്ക് ഇങ്ങോട്ട് പോവാം. നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ റിലാക്സ് ചെയ്യാൻ വന്നിട്ടില്ല. അവിടെ ഒരു കുഞ്ഞ് പ്ലേ ഏരിയ ഉള്ളതുകൊണ്ട് സാമു വിൽ ടേക്ക് ദ ഷീറ്റ് ഔട്ട് ഓഫ് മീ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ അത് കാരണം ഇത് കാരണം മറ്റേത് കാരണം എന്ന് പറഞ്ഞാൽ തോട്ടങ്ങും. സാമു ബാ, ഇതിലെ ഇങ്ങനെ നടക്കാം. ഈ മെഡോയുടെ മുകളിൽ കയറാൻ പാടില്ല, അങ്ങനെയാണ്. സോ കുറച്ച് ഈസ്തെറ്റിക് ഷോട്ട്സ് എടുക്കട്ടെ. സാമു, മൂൺ ഉണ്ടടാ ആകാശത്ത്. മൂൺ 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 എന്ത് ചെയ്യണ? മൂൺ ഉമ്മ കൊടുത്തേക്ക് മൂണിന്. കുഞ്ഞി കേരളന്നല്ലേ റൂള്. അമ്മ ഇന്ന പൊന്നു, അമ്മ പറഞ്ഞു കേറാൻ പാടില്ല. റൂളാട്ടോ. റൂൾസ് ആർ നോട്ട് ടു ബി broken but to be followed. Go Samu, don't step on it, I said. ഇന്നലെ ഈ ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. ഇന്നലെ ഇതിൽ കുഞ്ഞി come on, you're not supposed to go on it. അവന് ഇഷ്ടമാണ് അത് ചെയ്യാൻ. അവൻ എന്റെ മോനായി പോയില്ലേ, അവനെ കൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആരായി പറയുന്നേ? ഇപ്പൊ എന്റെ സാമു ഇവിടെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ, എന്റെ വളരെ വേണ്ടപ്പെട്ടവർ ഈ വ്ലോഗ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവള് പറയുന്ന അവിടെ കേറല്ലെന്ന്. ഇവളാണെങ്കിൽ എല്ലാ കോലയിലും കേറി നടന്നവളാണല്ലോ എന്ന് ഇപ്പൊ പറഞ്ഞില്ലേ. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടത്. പക്ഷെ ഞാൻ എന്റെ മോനെ നന്നാക്കാൻ ശ്രമിക്കും. ഇന്നലെയാണ് ഞങ്ങൾ ഇവിടുത്തെ ഈ കുഞ്ഞി പാർക്കല്ല, ഒരു പ്ലേ ഏരിയ, അത് ഞങ്ങൾ സ്പോട്ട് ചെയ്തത്. പിന്നെ സാമുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊന്നെ, യു ക്യാൻ ലിഫ്റ്റ്. സാമു ലൈക്സ് ഇറ്റ് ടു ബി ലിഫ്റ്റഡ്. ജസ്റ്റ് കീപ് ഇറ്റ് ലിഫ്റ്റഡ്. യാ, വാടാ ഇവിടെ ഇരുന്ന് കിന്നരിക്കാം. ബാ വാടാ ഇവിടെ ഇരിക്കടാ. നമുക്ക് ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാം. അവൻ കളിച്ചോളും. വാടാ, ഇങ്ങോട്ട് വന്നേടാ ചെറുക്കാ. ഞാൻ എന്നോട് തന്നെ സംസാരിക്കേണ്ട അവസ്ഥയാണ്. സോ ഇന്നലെയാണ് നമ്മൾ ഈ പ്ലേ ഏരിയ കണ്ടുപിടിച്ചത്. അപ്പൊ ഞാനൊന്ന് വിചാരിച്ചായിരുന്നു ഇവിടെയൊന്നും ഒന്ന് ഇരിക്കണമെന്ന്. അത് ഇന്ന് നടന്നു. ഒന്ന് ആസനസ്ഥയാവാൻ പറ്റി, ഭർത്താവ് വന്നതുകൊണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ ഡേ ഏകദേശം തീരാൻ പോവാണ്, ഈ ഡേ ഇൻ മൈ ലൈഫിന്റെ കൾമിനേഷൻ ആയിരിക്കും ഇത്. നല്ല തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഭക്ഷണം കൊടുക്കണം, ഇനി ചെന്നപാടെ ജ്യൂസ് വേണം, അത് കഴിഞ്ഞ് ഫുഡ് കൊടുക്കണം, പിന്നെ കുളിപ്പിക്കണം, പിന്നെ കൊഞ്ചിക്കണം. അതിനുശേഷമാണ് എന്റെ സമയം തുടങ്ങുന്നത്. ഒരു 10:30 ആകുമ്പത്തേനും ആശാനൊന്ന് കണ്ണടയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ പരിപാടികള്. അങ്ങനെ ഒരു ലോങ് ഡേ ആയിരിക്കും എന്റേത്. അപ്പം ഞാൻ 11 മണി അങ്ങനെ തെറ്റുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു അമ്മയാണ്, ഒരു ഹോം ഗോഡസ് ആണ് ഞാൻ. പൊന്നൊരു സർപ്രൈസ് ഉണ്ടടാ. എന്തായിരിക്കും? അതാ വേറൊരു സർപ്രൈസ് ഉണ്ട്. നീ ഫോക്കസ് ഇല്ല. എന്റെ മോൻ മാത്രമേ ഉള്ളൂ. ഇല്ല, നീ പറ. ഞാൻ സർപ്രൈസ് ആക്കിയിട്ടുണ്ട്. യു നോട്ട് അലൗഡ് ടു സ്റ്റെപ്പ് ഓൺ ദ മെഡോ. വാട്ട് ചെടി? ഐ ഡിഡ്ന്റ് പുട്ട് എനി ചെടി എനിവേർ. ഞാൻ ഇതെല്ലാം നിനക്ക് നീ അത് തുറക്ക്, നീ ഡോറ് തുറക്ക്. എന്താ ചെയ്തത് ഈ റൂമില്? ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കിയത് മാത്രമാണോ കുരുപ്പേ? എന്ത് സ്വഭാവം കാണിക്കല്ലേ? പറ.
ഇവിടെ ഫുൾ ഞാൻ സെറ്റ് ചെയ്തു, നീ ക്ലട്ടർ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതാ ഞാൻ ഒരു ക്ലട്ടറും ക്ലിയർ ചെയ്യാത്തത്. എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്താൽ നിനക്കത് മനസ്സിലാവത്തേ ഇല്ല, പക്ഷെ ക്ലട്ടർ ഉണ്ടെങ്കിൽ നീ എന്നോട് ഇരന്നുകൊണ്ടിരിക്കത്തില്ലേ. ഞാൻ ഇത്രയും ക്ലീൻ ചെയ്തിട്ട് ഗൈസ്, നല്ല നാല് ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ജോലി ചെയ്തിട്ട് ഒരു അപ്രീസിയേഷൻ ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല. ഓ മൈ ഗോഡ്. എടാ നീ പറയടാ, നല്ല ഷുട്ടു. അമ്മ ജ്യൂസ് എടുത്ത് തരാം നമുക്ക് കേട്ടോ. നാരങ്ങ വെള്ളം ഉണ്ടാക്കട്ടെ. ജൂ വേണോ? പിന്നെ എന്നാ വേണ്ടേ? യായോ അതോടെ കിട്ടും. ചോറും കഴിക്കണം, മുട്ടയും കഴിക്കണം. ഓക്കെ, ഇനി അമ്മ കഴിച്ചോട്ടെ, കൊണ്ട് തന്നെ കഴിച്ചോളൂ അല്ലേ? ഓക്കെ, യാ യാ. Then sit here. Amma will also sit close to you. ഞാൻ ഡിന്നർ കഴിച്ചു കേട്ടോ. മുട്ട ബിരിയാണി എത്ര പോരായിരുന്നു. പൊന്നെ എന്റെ പ്ലേറ്റും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിടണേ. പൊന്നെ ഈ സാധനം കഴിച്ചു നോക്കുന്നുണ്ടോ? സർപ്രൈസ് ഈസ് ഇന്നത്തെ ദിവസം അവസാനിച്ചിട്ടില്ല. അവസാനിച്ചെന്ന് വിചാരിക്കരുത്. ഇനി ഒരു കുളിപ്പിക്കൽ സെഷൻ ഉണ്ട്. കുളിപ്പിക്കലിന് മറ്റേ അങ്കണാത്തി മൗലി മണി സെറ്റപ്പിൽ ഇവനെ എങ്ങനെയെങ്കിലും തളച്ച് അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ബക്കറ്റി മുക്കി പൊക്കി എടുത്ത് കൊണ്ടുപോയി കിടത്തി ഉറക്കണം പുന്നാരിച്ച്. So that is a major task of the day, of the India, of the Calicut, of the Uganda, of the year. So let me go. Sam കുട്ടാ കുളിക്കാം. തുണി അലക്കാൻ ഇടുമ്പോ ഇതും കൂടെ ഇടണേ. കുളി കഴിഞ്ഞിരിക്കുന്നു. എന്റെ കുങ്കുമാതി നാൽപ്പാമരാതി കുങ്കുമാതി റെജുവിനേറ്റിംഗ് നൈറ്റ് ക്രീം ഞാനിപ്പോ തേക്കുന്നുണ്ട്, കാമായുർവേദയുടെ. കാരണം ഞാൻ ഒന്നും തേക്കുന്നില്ലായിരുന്നു. പക്ഷെ എന്റെ ഈ കഴുത്തിലെ കറുപ്പ് പ്രഗ്നൻസിയുടെ ശേഷം ഉണ്ടായ അങ്ങ് ഫെയ്ഡ് ആവുന്നില്ല. അതിപ്പോഴും ഉണ്ട്. കൊച്ചിന് 2 വയസ്സാവുമ്പോ. അപ്പൊ ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഓ അതോ ഇനി പണ്ടേ ഇത് കറുത്തിട്ട് തന്നെയായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ബുക്ക് വേണ്ടേ പൊന്നിന്? ഏത് ബുക്കാ വായിക്കുന്നേ? ഇതോ? Baby put your pants on, pants on, pants on. Baby put your pants on. 1, 2, 3. Legs to the right, legs to the left. Wiggle and jiggle and roll them up tight. Dinosaur ഉണ്ടല്ലോ ചെയ്തേ. നമ്മളിത് കഥ വായിച്ചു ചുട്ടു. രാത്രിയിലത്തെ കഥ വായിച്ചു കേട്ടോ. നോക്കാൻ പാടില്ല. So time to wind up this vlog. I am so happy that you're supporting me. എനിക്കിപ്പം എന്റെ വ്ലോഗ് എനിക്ക് അറിയുന്ന ആൾക്കാരിലേക്ക് മാത്രമാണ് എത്തുന്നത്. 1 or 2 അറിയാത്ത ആൾക്കാരിൽ മാത്രമാണ് ഇത് കാണുന്നത്. സോ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് അറിയത്തില്ലാത്തൊരു ലോകമൊന്നും എന്റെ മുന്നിലില്ല. So you're all very close to my heart and I know you. Most of you I know personally. So thank you for commenting and supporting me. Thank you so much for everything. Bye.